എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നാടൻ സ്റ്റൈലിൽ, അതായത് കേരള സ്റ്റൈലിലുള്ള ഒരു അടിപൊളി പോർക്ക് കറിയുടെ റെസിപ്പി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാക്കൊത്തൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ്. ഇത് അപ്പത്തിനും ചോറിനും ഒക്കെ സൂപ്പറായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ 1 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്ക് കഷ്ണങ്ങളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക്, ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതായത് ഫ്രഷ് ആയിട്ടുള്ള കറുത്ത കുരുമുളക് 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുരുമുളകിനോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ഇനി 1 പിടി ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളി ചേർക്കുമ്പം ഈ റെസിപ്പിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെറിയ ഉള്ളി നമ്മൾ കട്ടൊന്നും ചെയ്തിട്ടില്ല, മുഴുവനെ തന്നെ പൊളിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഈ റെസിപ്പിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഈ പോർക്കിന്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത് പ്രഷർ കുക്കറിലല്ല, നമ്മൾ വളരെ സ്ലോ കുക്ക് ചെയ്തിട്ടാണ് ഈ പോർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞത്, 3 നല്ല എരിവുള്ള പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മളിവിടെ 1 കുടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1 വലിയ കഷ്ണം ഇഞ്ചിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി, നന്നായിട്ട് പഴുത്തതാണ്, ഒരുപാട് അങ്ങ് പുളിയില്ലാത്തതാണ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമുക്കിതിലേക്ക് കറിവേപ്പില വേണം. അതുപോലെ ഇതിലെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് തേങ്ങാക്കൊത്ത് നമുക്ക് കുറച്ചധികം തന്നെ വേണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. ഇനി നമ്മളൊരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടാതെ അവസാനം കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് മാറ്റി വെക്കുക. അത് ഞാൻ എന്തിനാണെന്ന് വഴിയെ പറയാം. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളകൊന്ന് കീറിയതിട്ടൊന്ന് വഴട്ടുക. ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് മുഴുവനായിട്ട് ചെറിയ ഉള്ളിയിലും ഈ റെസിപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഈ എടുത്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ പാത്രമാണ്. ഇരുമ്പിൻ്റെ പാത്രത്തിലൊക്കെ ചെയ്യുമ്പം നോൺ വെജിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതവിടെ വഴലുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകമാണ്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, അതുപോലെ 3 ഗ്രാമ്പു. ഇനി നമ്മളിതിലേക്ക് 2 വറ്റൽ മുളക്, കാശ്മീരി മുളകാണ്, അതൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മുഴുവനുള്ള മല്ലി. മുളകും മല്ലിയും ഈ മസാലയിൽ ഇപ്പോൾ ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പകരം മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസാല വഴറ്റുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതീയിലിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം തണുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതാണ് നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുന്ന മസാല. എപ്പോഴും നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മസാല ഇങ്ങനെ ഫ്രഷായിട്ട് പൊടിച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ സമയം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു 1.5 ടേബിൾ സ്പൂൺ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും മാറ്റി വെക്കണം. അത് നമുക്ക് അവസാനം ഒരു കാര്യം ചെയ്യാനായിട്ടാണ്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി മതി. നമ്മൾ പോർക്കിൽ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് പുരട്ടി വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം. മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയിൽ നിന്നും 3/4 ഭാഗം ഇപ്പോൾ ചേർക്കാം. ബാക്കി ഒരു 1/4 ഭാഗം നമുക്ക് പിന്നീട് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ 1 കിലോ പോർക്കിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് അളവാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞു വെച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി, തക്കാളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ചെറുതിയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം.
ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന പോർക്ക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ പോർക്കൊക്കെ ചെയ്യുമ്പോൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ റെസിപ്പിയിൽ കുക്കറിൽ വേവിക്കുന്നില്ല. നമ്മൾ പോർക്കും ഈ മസാലയും കൂടെ കിടന്നാണ് വേവുന്നത്. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഒരുപാട് സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുരട്ടി വെച്ചിരിക്കുന്ന പോർക്ക് കുക്കറിലിട്ട് 2-3 വിസിൽ അടുപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിതിന് മുൻപ് ഒരു പോർക്ക് ഫ്രൈഡ് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ചെയ്താൽ മതി. ഓരോ സ്ഥലത്തെ പോർക്കിനും വേവിൻ്റെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. ഇവിടുത്തെ പോർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 വിസിലാകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുക്കായി കിട്ടും. പോർക്ക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടിയെടുക്കുക. ഇനി പോർക്ക് വേവാനായിട്ട് കുറച്ച് വെള്ളം വേണം, അല്ലാതെ ഇത് വേവില്ല. ഇനി ഇതിലേക്ക് നമ്മളൊരു 1.5 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്, മസാലയുടെ ടേസ്റ്റൊക്കെ പോവും. അതുകൊണ്ട് നന്നായിട്ട് ചൂടുള്ള വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം നമ്മളിപ്പോൾ 1 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പ് കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ബാക്കി ഉപ്പ് നമുക്ക് ഇത് കറിയൊക്കെ വെന്തതിന് ശേഷം നോക്കിയിട്ട് ചേർക്കാം. നമ്മൾ പുരട്ടിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മസാലയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം വീണ്ടും ചേർക്കാനായിട്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കായ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. കായപ്പൊടിയോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് നേരത്തെ കുറച്ച് ഗരം മസാല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഗരം മസാല ഇപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടുമ്പോൾ നല്ലൊരു മണമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്നുകൂടെ ഇളക്കിയിട്ട് അടച്ച് വെച്ചിത് വേവിക്കാം. പോർക്ക് വേവാനായിട്ട് നന്നായിട്ട് സമയമെടുക്കും. അതുപോലെ തന്നെ നന്നായിട്ട് വേവിച്ചിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ എടുക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. ഞാനിവിടെ ഇരുമ്പിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായും കിട്ടും. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂറാണ് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. കുറച്ച് സമയം എടുക്കും ഇത് കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് പോർക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കറി ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതൊരു കടുക് വറയാണ്. അപ്പോൾ കടുക് വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ വേണം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു. നമ്മൾ ആദ്യം തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങാക്കൊത്ത് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് അവസാനം ഇങ്ങനെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിടുന്നതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1-2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് കീറിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പച്ചച്ചുവ വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തീയൊക്കെ ഞാനിപ്പോൾ ഓഫാക്കി വെച്ചേക്കാണ്. എങ്കിൽ കൂടി അടുപ്പിൽ കുറച്ച് ചൂടുണ്ട്, അതുകൊണ്ടാണ് അത് തിളയ്ക്കുന്നത്. നമ്മൾ ഈ താളിച്ചത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരുപാട് ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് അതിലേക്ക് ആ നല്ല മണമൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. നല്ല കളറൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ സ്റ്റൈലിലുള്ളൊരു പോർക്ക് കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഈസ്റ്ററിന് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിനും അതുപോലെ ചോറിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അരിപ്പൊടി വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്